എങ്ങനെയാണ് ഒരു നമ്പറിനെ അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വാല്യൂവിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് റൂൾസ് ഫോർ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമുക്കറിയാം. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാമാണ്. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് എടുക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് 2 നമ്പർ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ 2 നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. ആ 2 നമ്പറിലും ചിലപ്പം ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും. അതായത് 2 നമ്പറിലും വേറെ വേറെ നമ്പർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് കൺസിഡർ ചെയ്യണം, അതാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. സപ്പോസ് എനിക്ക് 6.31 എന്നുള്ള നമ്പറും 7.813 എന്നുള്ള നമ്പറും കൂടെ ആഡ് ചെയ്യണം. 6.31ഉം 7.813ഉം കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, 2 നമ്പേഴ്സ്, ആ 2 നമ്പറിലും എന്താ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. ഇവിടെ 3 എണ്ണമുണ്ട്, ഇവിടെ 4 എണ്ണമുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ പറ്റും. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പറുണ്ട് ഇതിൽ? ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഈ നമ്പറിൽ 2 എണ്ണമുണ്ട്, ഇവിടെ 3 എണ്ണമുണ്ട്. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 എണ്ണവും ഇവിടെ 3 എണ്ണവുമാണ് ഉള്ളത്. സോ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യും. 7.813 പ്ലസ് 6.31 എന്ന് ആഡ് ചെയ്യുകയാണ് ഇതല്ലേ. 7.813 പ്ലസ് 6.31 ആഡ് ചെയ്യും. ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ വൺസ് പ്ലേസിൽ ഹൺഡ്രഡ്സിൻ്റെ, തൗസൻഡ്സിൻ്റെ ഇതെല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് പോകും അല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ 3 എന്നൊരു നമ്പറാണ്. ഈ 3 ഇവിടെ നമുക്ക് ശരിക്കും നമ്പർ ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്പോസ് ചെയ്യുന്നു ഇവിടെ 0 ഉണ്ട് എന്ന് പറഞ്ഞ് സപ്പോസ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 3 കിട്ടും. ആക്ച്വലി ആ 0 അവിടെ ഇല്ല. ദെൻ ഇവിടെ എന്ത് കിട്ടി? 1 + 1 2 കിട്ടി. ഇവിടെ 8 + 3 11 കിട്ടി. ദെൻ റിമൈൻഡർ 1 ഉണ്ട്. ദെൻ 1 + 6 7, 7 + 7 14 വരും. ദെൻ ആൻസർ നമുക്ക് ആഡ് ചെയ്താൽ 14.123 എന്ന് കിട്ടും. 3, 1 + 1 2, 8 + 3 11, ദെൻ 11ൽ 1 ഇട്ടു, 1 + 7 8 വന്നു, 8 + 6 എന്ന് പറയുന്ന 14 കിട്ടി. ദെൻ ആൻസർ നമുക്ക് 14.123 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ നമ്മൾ കണ്ടു ഈ നമ്പറിൽ ഈ 2 ഡെസിമൽ പോയിൻറ്റേ നമുക്കുള്ളൂ അല്ലേ. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ 3 എണ്ണം ഉണ്ട്. ദെൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു 0 ഉണ്ട് എന്ന് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് ചെയ്യുകയോ ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞിരുന്നു ആക്ച്വലി അവിടെ 0 ഇല്ല അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഏത് നമ്പറിലാണ് ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ ഡിജിറ്റ്സ് ഉള്ളത് നോക്കുക. ഡെസിമൽ ഡിജിറ്റ്സ് ഇതിലാണ് കുറവ്. 1 2 ഇതിലുള്ളൂ. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആൻസർ കിട്ടുമല്ലോ, ആ ആൻസർ കിട്ടുന്നതിൽ ഡെസിമൽ ഡിജിറ്റ്സ് ഏതിലാണോ കുറവുള്ളത് ആ നമ്പർ കൗണ്ട് ചെയ്തിട്ട് അത് വേണം നമ്മുടെ ആൻസറിലെ ഡെസിമലിൽ എടുക്കാവുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ 1 2, ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് 2 എണ്ണം മാത്രമേ പാടുള്ളൂ. എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. 14.123 റൗണ്ട് ഓഫ് ചെയ്യണം. സോ റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ഈ നമ്പറിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യണം. 3 ഡ്രോപ്പ് ചെയ്യണം. 3 ഡ്രോപ്പ് ചെയ്യുമ്പം എന്ത് ചെയ്യണം? ഈ നമ്പർ <5 <5 = 5 ആണോ നോക്കണം. ഇത് <5 ആണ്. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ലീവ് ചെയ്താൽ മതി. ദെൻ നമുക്ക് ആൻസർ കിട്ടും 14.12 എന്ന് കിട്ടും. 14.12 ആയിരിക്കും ആൻസർ വരുന്നത്. ദെൻ അതായത് ഏത് നമ്പറിലാണോ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ ഡിജിറ്റ്സ് ഉള്ളത് അതായിരിക്കും ആൻസറിൽ നമ്മൾ വയ്ക്കേണ്ടത്. ഇനി സബ്ട്രാക്ഷനും ഇതുപോലെ തന്നെയാണ്.
സപ്പോസ് എനിക്ക് ഈ രണ്ട് നമ്പറും സബ്ട്രാക്ട് ചെയ്യണം. 7.813 6.31 ഞാൻ സബ്ട്രാക്ട് ചെയ്തു. സബ്ട്രാക്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. 3 വരും, 1 - 1 0 വന്നു, 8 - 3 5 വന്നു, ദെൻ 7 - 6 നമുക്ക് ആൻസർ 1 വന്നു. ദറ്റ് ഈസ് 1.503 എന്ന് വന്നു. ദെൻ സെയിം വേ നമ്മളിവിടെ കണ്ടിരുന്നു ലീസ്റ്റ് ഡെസിമൽ ഡിജിറ്റ്സ് ഏതാണെന്ന് നോക്കണം. ഇതിലാണ് 2 എണ്ണമേ ഉള്ളൂ, ഇതിൽ 3 എണ്ണമുണ്ട്. സോ ആൻസറിൽ എന്ത് ചെയ്യണം, നമ്മൾ 2 എണ്ണം മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 1.503 ആണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. 3 ആണ്. 3 ഡ്രോപ്പ് ചെയ്യുമ്പോൾ നോക്കണം ഇത് <5 ആണോ, = 5 ആണോ, <5 ആണോ നോക്കണം. ദെൻ ഇത് <5 ആണ്. സോ എന്ത് ചെയ്തോളുക, ഇത് ഡ്രോപ്പ് ചെയ്തോളുക. ആൻസർ നമുക്ക് 1.50 എന്ന് കിട്ടും. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ 14.12 വന്നു, ഇവിടെ 1.50 വന്നു. ദെൻ നമ്മൾ കൊണ്ട് അഡീഷനും സബ്ട്രാക്ഷനും എന്ത് ചെയ്യണം, ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സ് ആണ് എടുക്കുന്നത്. ഇൻ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ദ ഫൈനൽ റിസൾട്ട് ഷുഡ് റീറ്റെയിൻ ആസ് മെനി ഡെസിമൽ പ്ലേസസ് ആസ് ദ in the number with least decimal places. സോ നമ്മൾ കണ്ടു ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഏതാണോ ഉള്ളത് അത് റീറ്റെയിൻ ചെയ്യണം. ഏതിൽ, നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനിലും. അഡീഷനും സബ്ട്രാക്ഷനും കണ്ടു നമ്മൾ. ഇനി മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇങ്ങനെയുള്ളതാണ് എങ്കിൽ എന്തായിരിക്കുമെന്ന് നോക്കാം. ഓക്കെ, സപ്പോസ് എനിക്ക് 2 നമ്പർ ഡിവൈഡ് ചെയ്യാനുണ്ട്. 4.237 ഡിവൈഡ് ബൈ 2.51 ഇങ്ങനെ 2 നമ്പർ എനിക്ക് ഡിവൈഡ് ചെയ്യണം. 4.237 2.51. അതായത് നമുക്ക് ഡെൻസിറ്റി ഒക്കെ കാണാനുണ്ടാവും അല്ലേ. ഡെൻസിറ്റി = എന്താ, മാസ് ബൈ വോളിയം ആണ്. സപ്പോസ് അങ്ങനെ ഒരു നമ്പറാണെന്ന് വിചാരിക്കുക. ദെൻ 4.237 ഡിവൈഡ് ബൈ 2.51. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുന്നത്, നമുക്ക് എല്ലാവർക്കും കാൽക്കുലേറ്റർ ഉണ്ട്. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഡിവിഷൻ നടത്താം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നത് 1.6880 സംതിങ് ആൻസറാണ് കിട്ടുന്നത്. 1.68804 എന്നൊക്കെ ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഇത് രണ്ടിലും നമ്മൾ എന്താ കാണുന്നത്, 4.237. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, 1 2 3 4. ഇതിൽ 4 എണ്ണം അല്ലേ. 1 2 3 ഇതിൽ എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം. ഇതിൽ 4 എണ്ണം, ഇതിൽ 3 എണ്ണം. ഓക്കെ, രണ്ടിലും 2 നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഏത് നമ്പറിലാണോ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് എന്ന് നോക്കുക. ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതിലാണ് ഉള്ളത് നോക്കണം, അത് കൗണ്ട് ചെയ്തെടുക്കണം. ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എടുത്തു. ദെൻ ലീസ്റ്റ് നമ്പർ ഏതാ, 3. ഓക്കെ, ദെൻ ഈ ആൻസറിനെ എന്ത് ചെയ്യണം, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. ദെൻ നമുക്ക് ആൻസർ കിട്ടും 1.688 എന്ന്. ഓക്കെ, 1.688 നമുക്ക് 0 വിടാം. ഇപ്പം എനിക്കിതിൽ എടുക്കേണ്ടത് എത്രയാണ്, 3 ആണ്. 1 2 3 ഈ 3 എണ്ണത്തിലോട്ട് മാറ്റണം. ദാറ്റ് ഈസ് 1 2 3 4. ഇപ്പോൾ ജസ്റ്റ് ഞാൻ 4 മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ 1 2 6 4 ഡിജിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിലെ 3 എണ്ണത്തിലേക്ക് എനിക്ക് മാറ്റണം. ദാറ്റ് ഈസ് 1 6 8. അത് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് പാടില്ല. ദെൻ ഡ്രോപ്പ് ചെയ്യേണ്ടത്, ഡ്രോപ്പ് ചെയ്യണം. ഈ 8 ആണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. 8 ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം, റൗണ്ട് ഓഫ് ചെയ്യുവാണ്, റൂൾസ് ഓർക്കണം. <5 <5 = 5. ഇത് ഏതാ, 8. 8 5-നേക്കാളും കൂടുതലാണോ, കുറവാണോ, ഈക്വലാണോ? 8 എന്ന് പറയുന്നത് ഇത് 5-നേക്കാളും കൂടുതലാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രിസീഡിങ് ഡിജിറ്റ് റേസ്ഡ് ബൈ 1. ഇതിന് മുമ്പുള്ള ഒരു നമ്പർ എന്ത് ചെയ്യണം, 1 കൂട്ടണം. ദാറ്റ് ഈസ് ഇവിടുത്തെ ഈ 8 1 കൂട്ടുക. ദാറ്റ് ഈസ് വി ഗെറ്റ് ദ ആൻസർ 1.69 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇതായിരിക്കും ആൻസർ. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇത് 3 ഉണ്ട്, ഇതും 3. ദെൻ മൾട്ടിപ്ലിക്കേഷനും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. എത്ര എണ്ണമുണ്ട്
ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏത് നമ്പറിലാണോ ഉള്ളത് അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആൻസറിൽ വയ്ക്കണം. ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ the final result should retain as many significant figures are there in the original number with least significant figures. Okay, നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും കണ്ടു, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കണ്ടു. അഡീഷനിലും സബ്ട്രാക്ഷനിലും ലീസ്റ്റ് ഡെസിമൽ പ്ലേസസ് എത്രയാണോ ഉള്ളത് അതാണ് നമ്മൾ ആൻസറിൽ വയ്ക്കേണ്ടത്. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതിനാണോ ഉള്ളത് അതാണ് വയ്ക്കേണ്ടത്. മാറിപ്പോകരുത്. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനിലും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും, അഡീഷനും സബ്ട്രാക്ഷനും ലീസ്റ്റ് ഡെസിമൽ പ്ലേസസുമാണ്. ഏതിനാണ് ലീസ്റ്റ് ഡെസിമൽ പ്ലേസസ് ഉള്ളത് അത് റീറ്റെയിൻ ചെയ്യണം. ഏതിന്? അഡീഷനും സബ്ട്രാക്ഷനും. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് റീറ്റെയിൻ ചെയ്യേണ്ടത്.